ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ 100 ഡേയ്സ് ചലഞ്ചിൻ്റെ 37ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിലെ രാഷ്ട്രപതി എന്ന ഒരു ടോപ്പിക്കാണ്, പ്രസിഡൻറ്റ്, അത് ആ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്നത്തെ ഒരു വീഡിയോയോട് കൂടി നമുക്ക് രാഷ്ട്രതന്ത്രശാസ്ത്രം അവസാനിപ്പിക്കാമെന്ന്. പക്ഷേ സാധിക്കില്ല, കാരണം രാഷ്ട്രപതി എന്ന് പറഞ്ഞ ടോപ്പിക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ രാഷ്ട്രപതി മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ടോപ്പിക്സ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ 100 ഡേയ്സ് ചലഞ്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ 100 ഡേയ്സിൽ പഠിക്കുന്നത് എന്നുള്ളത് വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. കാണാത്തവർ അത് ആദ്യം കാണുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളുടെ വീഡിയോസ് മുടങ്ങാതെ കാണാം, പഠിക്കാം, നോക്കാം. രാഷ്ട്രപതി ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനാണ് രാഷ്ട്രപതി. നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ, ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവൻ, ഇതൊക്കെ രാഷ്ട്രപതിയാണ്. നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒന്നാണ് രാഷ്ട്രപതി. അപ്പോൾ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കുറച്ച് അനുച്ഛേദങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രാഷ്ട്രപതിയുടെ അധികാരങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അനുച്ഛേദങ്ങളാണ്. പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ മാത്രമാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്നൊക്കെ നോക്കാം. ആദ്യത്തേത് അനുച്ഛേദം 52. അനുച്ഛേദം 52 എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്നനുശാസിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 52. അതായത് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 52. പിന്നെ അനുച്ഛേദം 54 ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ്, ആർട്ടിക്കിളാണ് അനുച്ഛേദം 54. അടുത്തത് അനുച്ഛേദം 58. അതായത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അതായത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള അനുച്ഛേദമാണ് അനുച്ഛേദം 58. ഇനി അനുച്ഛേദം 72. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനയുടെ ഈ 72ാം ആർട്ടിക്കിൾ പ്രകാരം കുറ്റവാളികൾക്ക് മാപ്പ് നൽകാൻ രാഷ്ട്രപതിക്ക് ഉള്ള അധികാരമാണ്. അപ്പോൾ കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 72. ഇനി അനുച്ഛേദം 123 ഉണ്ട്. അത് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന അനുച്ഛേദമാണ്. രാഷ്ട്രപതിയുടെ ഓർഡിനൻസ്, അതിൻ്റെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 123. ഇനി അടുത്തത് ആർട്ടിക്കിൾ 111. അത് രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 111. അനുച്ഛേദത്തിൻ്റെ ഇംഗ്ലീഷാണ് ആർട്ടിക്കിൾ, അറിയാമല്ലോ അല്ലേ. അപ്പോൾ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 111. ഇനി ഈ വീറ്റോ അധികാരം എന്താണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ പറയും. ഇനി ആർട്ടിക്കിൾ 61, അതും രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ഒരു അനുച്ഛേദമാണ്. അതായത് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഭരണഘടനാ വകുപ്പ്. ഇംപീച്ച് ചെയ്യാന്ന് വെച്ചാൽ ആ സ്ഥാനത്ത് നിന്ന് നീക്കുക. അപ്പോൾ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാനുള്ള ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 61. അപ്പോൾ ഇത്രയും ആർട്ടിക്കിളാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 7 ആർട്ടിക്കിൾ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടത് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി രാഷ്ട്രപതിക്ക് 5 വർഷമാണ് കാലാവധി ഉള്ളത്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 5 വർഷമാണ് രാഷ്ട്രപതിയായിട്ട് തുടരാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ ഇതിലുപയോഗിക്കുന്ന 2 പദങ്ങളാണ് ഇലക്ട്രൽ കോളേജ്, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇലക്ട്രൽ കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഈ ഇലക്ട്രൽ കോളേജാണ്. ഈ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളാണ്. അതുപോലെ സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹി, പുതുച്ചേരി എന്നീ നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, പിന്നെ സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലായ ഡൽഹി, പുതുച്ചേരി എന്നീ നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇലക്ട്രൽ കോളേജിൽ ഉള്ളത്. ഈ ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്.
ഇനി സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് അതെന്താ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴി ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അനുവർത്തിച്ചു പോരുന്നത്. അനുപാതം നോക്കിയിട്ടാണ് എത്ര അനുപാതം ഉണ്ടെന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അനുവർത്തിച്ചു പോരുന്നത്. അത് ഏത് വഴിയാണ് ഈ ആനുപാതിക പ്രാതിനിധ്യം നമ്മൾ നോക്കുന്നത്? സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം വഴിയാണ്. ഇനി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നൽകുന്ന ബാലറ്റ് പേപ്പറിൻ്റെ നിറമാണ് കൊടുത്തിട്ടുള്ളത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് പച്ച ബാലറ്റ് പേപ്പർ കൊടുക്കും. നിയമസഭാ അംഗങ്ങൾക്ക് പിങ്ക് ബാലറ്റ് പേപ്പറാണ് കൊടുക്കുക. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. അതേസമയം രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിക്ക് രാജിവെക്കണം എന്നൊരിത് തോന്നിയാൽ രാജിക്കത്ത് കൊടുക്കുക. രാഷ്ട്രപതി ആരിൽ കൊടുക്കും? ഉപരാഷ്ട്രപതിക്കാണ് കൊടുക്കുക. ഇനി ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് രാഷ്ട്രപതിക്ക് കുറേ പേരെ നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അത് ഓക്കെ. ഇനി രാഷ്ട്രപതിക്ക് കുറേ പേരെ നീക്കം ചെയ്യാനും പറ്റും. അതിനുള്ള അധികാരവും രാഷ്ട്രപതിക്കുണ്ട്. അപ്പോൾ രാഷ്ട്രപതി നിയമിക്കുന്നവരും രാഷ്ട്രപതി നീക്കം ചെയ്യുന്നവരെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. രാഷ്ട്രപതി നിയമിക്കുന്നവരാണ് പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ഗവർണർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലെ ജഡ്ജിമാർ, അതുപോലെ നമ്മുടെ UPSC ചെയർമാൻ, UPSC അംഗങ്ങൾ, അതുപോലെ കമ്മീഷൻ ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുപോലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, ഇവരൊക്കെ രാഷ്ട്രപതിയാണ് നിയമിക്കുക. അതുപോലെ CAG അറ്റോർണി ജനറൽ, അതുപോലെ നമ്മുടെ കരനാവിക വ്യോമ സംയുക്ത സേനാ മേധാവികൾ, അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ, ഇവരൊക്കെ രാഷ്ട്രപതിയാണ് നിയമിക്കുക. അതുപോലെ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേരുടെ പേരുകൾ പറയാം. ഗവർണർമാർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, അതുപോലെ UPSC ചെയർമാനും അംഗങ്ങളും, അതുപോലെ PSC ചെയർമാൻ, സ്റ്റേറ്റ് PSC ചെയർമാൻ അംഗങ്ങൾ, അറ്റോർണി ജനറൽ, CAG, അതുപോലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും, അതുപോലെ കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ, ഇവരെയൊക്കെ പിരിച്ചുവിടാൻ, നീക്കം ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരത്തെ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ പഠിച്ചപ്പോൾ അതിൽ 58ാമത്തെ ആർട്ടിക്കിൾ പഠിച്ചു. 58 അനുച്ഛേദ പ്രകാരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പം നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ അതാണ് 58ാമത്തെ അനുച്ഛേദം. അപ്പോൾ ആ യോഗ്യതകൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ ഒരു മത്സരിക്കാനായിട്ടുള്ള അവകാശമുള്ളൂ. അതുപോലെ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യതകളൊക്കെ ഈ സ്ഥാനത്തേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ ഈ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കാൻ പാടില്ല. ആദായ പദവികൾ വഹിക്കുന്ന വ്യക്തി, അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാൻ പാടില്ല. ഇനി രാഷ്ട്രപതിക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. അതിൽ രാഷ്ട്രപതിയുടെ അധികാരങ്ങളാണ് നമ്മൾ ഓരോ പേര് കൊടുത്തിവിടെ പറഞ്ഞിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ, ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ, ഫിനാൻഷ്യൽ അധികാരങ്ങൾ, ജുഡീഷ്യൽ അധികാരങ്ങൾ, ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ, മിലിറ്ററി അധികാരങ്ങൾ, വീറ്റോ അധികാരങ്ങൾ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, ഇതൊക്കെ രാഷ്ട്രപതിയുടെ അധികാരപരിധിയിൽ പെട്ടതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ എടുത്ത് പറഞ്ഞ് പഠിക്കാൻ പോകുന്നത് ഈ വീറ്റോ അധികാരങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എക്സിക്യൂട്ടീവൊക്കെ എന്താ നോക്കാം. എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ എന്ന് പറയുന്നത് ഇത് പ്രകാരം യൂണിയൻ്റെ നിർവഹണ അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നിർവഹണ അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. അതുപോലെ രാഷ്ട്രപതി പ്രധാനമന്ത്രിനെ നിയമിക്കുകയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം മറ്റ് മന്ത്രിമാരെ നിയമിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളിൽ പെടുന്നതാണ്. അടുത്തത് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ. ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ 2 സഭകളെ കുറിച്ച് നമ്മൾ മുന്നേ കണ്ടു. ഈ 2 സഭകളെയും വിളിച്ചു കൂട്ടാനും നിർത്തിവെക്കാനും അതുപോലെ ലോകസഭേനെ പിരിച്ചുവിടാനും ഒക്കെ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഇത്തരം അധികാരങ്ങളെയാണ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ എന്ന് പറയുക. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഈ പാർലമെൻറ്റിൻ്റെ 2 സഭകളിൽ നമ്മൾ ബില്ലുകളൊക്കെയാണ് അംഗീകാരം നൽകുക. അപ്പോൾ ഈ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതും
അതുപോലെ ഈ CAG UPSC കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഇവയുടെ റിപ്പോർട്ടുകളൊക്കെ ഈ പാർലമെൻറ്റിൽ വെക്കുന്നതും അതൊക്കെ ഈ ലെജിസ്ലേറ്റീവ് അധികാരങ്ങളിലാണ് പെട്ടിട്ടുള്ളത്. ഇനി അടുത്തത് ഫിനാൻഷ്യൽ അധികാരങ്ങളാണ്. അതായത് രാഷ്ട്രപതിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് ഒരു ധനബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് റവന്യൂ വിതരണത്തിനായി കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം അധികാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ അധികാരങ്ങളിൽ പെടുന്നത്. പിന്നെ ജുഡീഷ്യൽ അധികാരങ്ങൾ നിയമപരമായ അധികാരങ്ങളാണ്, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ. അതായത് സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാർ ഇവരെയൊക്കെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അത്തരം അധികാരങ്ങളൊക്കെ ഏതിലാണ് പെടുക? ഈ ജുഡീഷ്യൽ അധികാരങ്ങളിലാണ് പെടുക. അതുപോലെ തന്നെ ഏത് വിഷയത്തിലും സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഇതൊക്കെ ഈ ജുഡീഷ്യൽ അധികാരങ്ങളിലാണ് പെടുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറ്റവാളിക്ക് മാപ്പ് നൽകുന്ന അധികാരമൊക്കെ, പൊതുമാപ്പ് നൽകുന്ന അധികാരമൊക്കെ രാഷ്ട്രപതിയുടെ ഉണ്ട്. അപ്പോൾ ആ അധികാരങ്ങളൊക്കെ ഈ ജുഡീഷ്യൽ വിഭാഗത്തിൽ പെടും. ഇനി അടുത്തത് ഡിപ്ലോമാറ്റിക് അധികാരങ്ങളാണ്. അതായത് അന്താരാഷ്ട്ര ഉടമ്പടികളെല്ലാം നടത്തുന്നത് രാഷ്ട്രപതിയുടെ പേരിലായിരിക്കും. ഓക്കെ, അതുപോലെ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നതും വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാർ, ഹൈ കമ്മീഷണർമാർ എന്നിവരെ അയക്കുന്നതും ഒക്കെ രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അന്താരാഷ്ട്ര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അധികാരങ്ങളാണ് ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ. ഇനി അടുത്തത് മിലിറ്ററി അധികാരങ്ങൾ. നമുക്കറിയാം ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനാണ് രാഷ്ട്രപതി. ഈ കരസേന, വ്യോമസേന, നാവികസേന ഈ തലവന്മാരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം അധികാരങ്ങളാണ്. അതുപോലെ അടുത്തത് വീറ്റോ അധികാരമാണ്. നമുക്കത് നോക്കാം. ഈ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ആർട്ടിക്കിൾ 111. ഇതിൽ 4 തരത്തിലുള്ള വീറ്റോ അധികാരങ്ങളാണ് നിലവിലുള്ളത്. അബ്സല്യൂട്ട് വീറ്റോ, പോക്കറ്റ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, ക്വാളിഫൈഡ് വീറ്റോ. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്, അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അതായത് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റ് ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടാലാണല്ലോ അത് നിയമമാവുക. അപ്പോൾ രാഷ്ട്രപതിക്ക് അതിൽ ഒപ്പിടാണ്ടിരിക്കാനുള്ള അധികാരമുണ്ട്. അതിനാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുക. അതായത് പാർലമെൻറ്റിൽ ഇരുസഭകളും പാസ്സാക്കിയിട്ടുള്ള ഒരു ബില്ലിൽ രാഷ്ട്രപതിക്ക് ഒപ്പിടാതെ ഇരിക്കാൻ അധികാരമുണ്ട്. അതിനെയാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുക. അടുത്തത് പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞത് ഒരു ബില്ല് ഒപ്പിടാണ്ട് അത് അനിശ്ചിതകാലത്തേക്ക് കൈവശം വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെ അബ്സല്യൂട്ട് വീറ്റോയിൽ പാർലമെൻറ്റ് ഒരു ബില്ല് പാസ്സാക്കി അതിൽ രാഷ്ട്രപതി ഒപ്പിടാൻ താല്പര്യമില്ല, ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അധികാരമില്ല, അതാണ് അബ്സല്യൂട്ട് വീറ്റോ. പക്ഷേ പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി ഓക്കെ എന്ന് പറഞ്ഞത് മേടിച്ച് കയ്യിൽ വയ്ക്കും, പോക്കറ്റിൽ വയ്ക്കും, ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ഒപ്പിടില്ല. ഓക്കെ, അതായത് ഒപ്പിടാതെ അനിശ്ചിത കാലത്തേക്ക് കൈവശം വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ. പോക്കറ്റിലിട്ടു എന്ന് ആലോചിച്ചാൽ മതി, പിന്നെ അത് മറന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽ സിംഗ് എന്ന് പറയുന്ന ആൾ രാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹം പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ല്, ആ ബില്ലിൽ 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ല്, ആ ബില്ലിലാണ് ഒപ്പിടാതെ അനിശ്ചിതകാലത്തേക്ക് അത് കൈവശം വെച്ചത്. ആരായിരുന്നു വെച്ചത്? അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഗ്യാനി സെയിൽ സിംഗ്. ഓക്കെ, അടുത്തത് സസ്പെൻസീവ് വീറ്റോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബില്ല് പാർലമെൻറ്റിൻ്റെ പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതി അയക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന വീറ്റോ അധികാരമാണ് സസ്പെൻസീവ് വീറ്റോ. അതായത് ഒരു ബില്ല് പാർലമെൻറ്റ് എല്ലാം പാസ്സാക്കി രാഷ്ട്രപതിക്ക് ഒപ്പിടാൻ കൊടുത്തു. അപ്പോൾ രാഷ്ട്രപതിക്ക് അതിൽ കുറച്ച് പ്രശ്നങ്ങൾ എന്തെങ്കിലും തോന്നിയാൽ രാഷ്ട്രപതി അത് പുനഃപരിശോധനയ്ക്ക് വീണ്ടും പാർലമെൻറ്റിലേക്ക് അയക്കുകയാണെങ്കിൽ ആ അധികാരത്തെയാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയാം. അടുത്തത് ക്വാളിഫൈഡ് വീറ്റോ. അതായത് പാർലമെൻറ്റ് ഒരെണ്ണം പാസ്സാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് ഒരു ബില്ല് അയച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ രാഷ്ട്രപതി ഈ വീറ്റോ, അതായത് ക്വാളിഫൈഡ് വീറ്റോ പ്രയോഗിച്ചാൽ ഈ വീറ്റോ മറികടക്കാൻ ആ ബില്ല് വീണ്ടും ഭൂരിപക്ഷത്തോടെ, അതായത് ആദ്യം എത്ര ഭൂരിപക്ഷത്തോടെയാണോ പാസ്സായത് അതിൻ്റെ ഇരട്ടി, അതിൻ്റെ ഉയർന്ന ഭൂരിപക്ഷത്തോടെ വീണ്ടും പാസ്സാക്കിയാൽ മാത്രമാണ് അത് നിലനിൽക്കുള്ളൂ. അതാണ് ക്വാളിഫൈഡ് വീറ്റോ. അതായത് ഒരു ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കി, അപ്പോൾ രാഷ്ട്രപതി അത്
നോക്കിയപ്പോൾ രാഷ്ട്രപതിക്ക് അത് അത്ര ഇതായിട്ട് തോന്നിയില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? ക്വാളിഫൈഡ് വീറ്റോ എന്നിട്ടൊരു അധികാരം പ്രയോഗിക്കാം. അതുപ്രകാരം ഈ ബില്ല് വീണ്ടും പാർലമെൻറ്റിൽ പോയിട്ട് മുന്നേ എത്ര ഇതിലാണോ, അതായത് എത്ര ഭൂരിപക്ഷത്തിലാണോ പാസ്സാക്കിയത് അതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വീണ്ടും പാസ്സായാൽ മാത്രമേ ഞാൻ ഒപ്പിടുള്ളൂ എന്ന് ആർക്ക് പറയാം? രാഷ്ട്രപതിക്ക് പറയാം. അതിനാണ് ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയാം. അടുത്തത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് ഉണ്ട് നമ്മൾ പറഞ്ഞു. 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയാണ് പ്രധാനമായിട്ട് പറയുക. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇതിൻ്റെ 3ൻ്റെയും ആർട്ടിക്കിൾ അനുച്ഛേദങ്ങൾ എത്രയാണെന്ന് പഠിച്ചു വയ്ക്കണം കേട്ടോ. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352 സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356, സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360. 352, 356, 360 4 വെച്ചിട്ടാണ് കൂട്ടി പോണത്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഓക്കെ, ഇപ്പോൾ ഈ 3 അടിയന്തരാവസ്ഥകളും രാഷ്ട്രപതിക്കാണ് പ്രഖ്യാപിക്കാൻ അവകാശമുള്ളത്. ഓക്കെ, അതായത് യുദ്ധം, വിദേശാക്രമണം, കലാപം ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് രാഷ്ട്രപതി സാധാരണയായിട്ട് ഇങ്ങനത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഒരു 3 തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. അത് എപ്പോഴൊക്കെയാണ്, ആരൊക്കെ ആയിരിക്കുമ്പോഴാണ് നടന്നതെന്ന് നോക്കാം. ഫസ്റ്റ് അടിയന്തരാവസ്ഥ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രസിഡൻ്റായ സമയത്താണ് നടന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോനാണ് ആയിരുന്നു. രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രസിഡൻറ്റ് വി വി ഗിരിയുടെ കാലത്തായിരുന്നു. പ്രസിഡൻറ്റ് വി വി ഗിരിയായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാം ആയിരുന്നു. ഇനി മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ അത് അന്നത്തെ പ്രസിഡൻറ്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രതിരോധ മന്ത്രി സർദാർ സ്വരൺ സിംഗ് ആയിരുന്നു. അപ്പോൾ ഇതാണ് 3 ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ പ്രദേശം വിന്ധ്യ പ്രദേശാണ്. വിന്ധ്യ പ്രദേശ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഉത്തർപ്രദേശിൻ്റെ ചില ഭാഗങ്ങളും മധ്യപ്രദേശിൻ്റെ ചില ഭാഗങ്ങളും കൂടിച്ചേർന്നൊരു പ്രദേശമായിരുന്നു വിന്ധ്യ പ്രദേശ്. അവിടെയാണ് രാഷ്ട്രപതി ഭരണം ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത്. ഇനി ഭരണഘടന നിലവിൽ വന്ന ശേഷം രാഷ്ട്രപതി ഭരണം ആദ്യമായി പ്രഖ്യാപിച്ച സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബ് 1951 കേട്ടോ. 1951 ജൂണിൽ പഞ്ചാബിലാണ് ഭരണഘടന നിലവിൽ വന്ന ശേഷം രാഷ്ട്രപതി ഭരണം ആദ്യമായി പ്രഖ്യാപിച്ചത്. ഇനി ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണം, കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം, അങ്ങനെ കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതാണ് പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മണിപ്പൂരാണ്. 10 തവണയാണ് അത്ര അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നത്. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് മണിപ്പൂരാണ്. അതേസമയം ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് പഞ്ചാബിലായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണം പഞ്ചാബിലായിരുന്നു. ഇനി ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് രാഷ്ട്രപതി ഭരണം വന്നത് ജമ്മു കാശ്മീരിലായിരുന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ കാലം പഞ്ചാബിലാണ്, പക്ഷേ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണം നിലനിന്നത് ജമ്മു കാശ്മീരിലാണ്. 6 വർഷവും 264 ദിവസവും അവിടെ രാഷ്ട്രപതി ഭരണം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം നിലനിന്നു. ഇനി അടുത്തത് രാഷ്ട്രപതി ഭരണം ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ലാത്ത 2 സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡും തെലങ്കാനയും. ഇവിടെ ഈ രണ്ട് സ്ഥലത്തും രാഷ്ട്രപതി ഭരണം ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. ഇനി നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും കൂടി ഒരു സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിട്ടിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം കേരളമായിരുന്നു. അത് ഭരണഘടനയുടെ 356 ആർട്ടിക്കിൾ പ്രകാരം, അതായത് സംസ്ഥാന അടിയന്തരാവസ്ഥ ആ സമയത്ത് പ്രഖ്യാപിച്ചു. 1959 കേട്ടോ അത് പ്രഖ്യാപിച്ചത്. 1959 ജൂലൈ 31 അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും ഒരു സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. 1959 ജൂലൈ 31 അത് സംഭവിച്ചത്. ഇനി അടുത്തത് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ വസതികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. 3 വസതികളുടെ പേര് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. 3ഉം രാഷ്ട്രപതി വസതികളാണ്. രാഷ്ട്രപതി ഭവൻ, രാഷ്ട്രപതി നിലയം, രാഷ്ട്രപതി നിവാസ്. ഇതിൻ്റെ പ്രത്യേകതകൾ പറയാം. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത് രാഷ്ട്രപതി ഭവനാണ്. രാഷ്ട്രപതി ഭവൻ.
രാഷ്ട്രപതി ഭവൻ ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടിൻസ് ആണ് രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത്. അത് ലേഡി ഹർഡിഞ്ചിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തതാണ് രാഷ്ട്രപതി ഭവൻ. എഡ്വിൻ ലൂട്ടിൻസ് ലേഡി ഹർഡിഞ്ചിന് വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് രാഷ്ട്രപതി ഭവൻ. ഡൽഹിയിലാണുള്ളത്. ഇനി നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ രാഷ്ട്രപതി ഭവൻ എന്നല്ല അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്, വൈസ്രോയീസ് ഹൗസ് എന്നാണ്, അല്ലെങ്കിൽ വൈസ് റീഗൽ പാലസ്, അങ്ങനെയൊക്കെയാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വൈസ്രോയീസ് ഹൗസ് അല്ലെങ്കിൽ വൈസ് റീഗൽ പാലസ് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി മുഗൾ ഗാർഡൻ, ഹെർബൽ ഗാർഡൻ ഇവയൊക്കെ ഈ രാഷ്ട്രപതി ഭവനിൽ കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് രാഷ്ട്രപതി നിലയം അല്ലേ. രാഷ്ട്രപതി നിലയം എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതിയാണ്. ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രപതിയുടെ വസതിയാണ് രാഷ്ട്രപതി നിലയം. അത് ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രപതി നിലയം പണി കഴിപ്പിച്ചത് ഹൈദരാബാദ് നൈസാമാണ്. 1860 ഹൈദരാബാദ് നൈസാമാണ് രാഷ്ട്രപതി നിലയം പണി കഴിപ്പിച്ചത്. ഇനി അടുത്തത് രാഷ്ട്രപതി നിവാസ്. രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതിയാണ് രാഷ്ട്രപതി നിവാസ്. അത് സിംലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് രൂപകൽപ്പന ചെയ്തത് ഹെൻറി ഇർവിനാണ്. 1880 ആരംഭിച്ച് 1888 പൂർത്തിയാക്കി രാഷ്ട്രപതി നിവാസ് സിംലയിലാണ്. വേനൽക്കാല വസതിയാണ് രാഷ്ട്രപതിയുടെ. ഹെൻറി ഇർവിനാണ് രൂപകൽപ്പന ചെയ്തത്. ഇനി നമ്മുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തുടങ്ങി ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടുള്ള ദ്രൗപദി മുർമു വരെയുള്ള എല്ലാവരെയും ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ഞാൻ പറയുള്ളൂ. ബാക്കി കൂടുതലായിട്ട് നിങ്ങൾക്ക് മറ്റ് സോഴ്സുകൾ ഉപയോഗിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ ആദ്യത്തേത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മുടെ ആദ്യത്തെ പ്രഥമ രാഷ്ട്രപതിയാണ്. ബീഹാർ ഗാന്ധി എന്നാണ് രാജേന്ദ്ര പ്രസാദ് അറിയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്നത് അദ്ദേഹമാണ്. അതുപോലെ 2 തവണ രാഷ്ട്രപതിയായ ഏക വ്യക്തിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓക്കെ. അതുപോലെ ഉപരാഷ്ട്രപതി ആകാതെ രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇനി ഭാരതരത്നം നേടിയ ആദ്യത്തെ രാഷ്ട്രപതി നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ രാജേന്ദ്ര പ്രസാദിൻ്റെ കുറച്ച് വിശേഷണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു. 2 തവണ രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ്. കൂടുതൽ കാലം രാഷ്ട്രപതിയായ വ്യക്തിയാണ്. അതുപോലെ ഉപരാഷ്ട്രപതി ആകാതെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ്. ഭാരതരത്നം നേടിയ ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് കേട്ടോ, ആത്മകഥ. ഇനി അദ്ദേഹം വിശ്രമസ്ഥലം, അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം മഹാപ്രയാൺഘട്ട്, പാറ്റ്നയിലാണത്, മഹാപ്രയാൺഘട്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സത്യാഗ്രഹ ഇൻ ചമ്പാരൻ, ഇന്ത്യ ഡിവൈഡഡ്, അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി, ദ യൂണിറ്റി ഓഫ് ഇന്ത്യ. ഇനി നമുക്ക് അടുത്ത ആൾ നോക്കാം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹം ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അതുപോലെ ഉപരാഷ്ട്രപതി ആയ ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അതുപോലെ ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യത്തെ വ്യക്തിയാണ്. ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ദേശീയ അധ്യാപക ദിനമായിട്ട് നമ്മൾ സെപ്റ്റംബർ 5 ആഘോഷിക്കുന്നുണ്ട്. അത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. ഇനി അടുത്തത് സക്കീർ ഹുസൈനാണ്. സക്കീർ ഹുസൈൻ 3ാമത്തെ വ്യക്തിയാണ്, രാഷ്ട്രപതിയാവുന്ന 3ാമത്തെ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. അതുപോലെ ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതിയായിരുന്നത് സക്കീർ ഹുസൈനാണ്. കാലാവധി തികയ്ക്കാത്ത രാഷ്ട്രപതിയാണ് കേട്ടോ അദ്ദേഹം. വളരെ കുറച്ചു കാലം അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹം ആ ഒരു അധികാരത്തിലിരിക്കെ തന്നെ അന്തരിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ. ഇനി സക്കീർ ഹുസൈൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ജാമിയ മില്ലിയ, ഉത്തർപ്രദേശിലാണ് ജാമിയ മില്ലിയ. ഓക്കെ. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവി വഹിച്ചതിന് ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയായിരുന്നു സക്കീർ ഹുസൈൻ. ഇനി അടുത്തത് വി വി ഗിരി. വി വി ഗിരി നമ്മുടെ 4ാമത്തെ പ്രസിഡൻ്റാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതിയാണ് വി വി ഗിരി. ഓക്കെ. ഇനി അദ്ദേഹം
കേരള ഗവർണർ ആയതിന് ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് വി ഗിരി. ഓക്കെ, ഇനി ആക്ടിംഗ് പ്രസിഡൻ്റ് ആയ ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയും വി ഗിരിയാണ്. വി ഗിരി, അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ നോക്കാം. ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, മൈ ലൈഫ് ആൻഡ് ടൈംസ്, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കേട്ടോ. വി ഗിരിയുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആൻഡ് ടൈംസ്. അതുപോലെ സൗണ്ട് ഓഫ് സോൾ, അത് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. നമ്മുടെ അഞ്ചാമത്തെ പ്രസിഡൻ്റാണ്, അഞ്ചാമത്തെ വ്യക്തിയാണ് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇനി 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ രണ്ടാമത്തെ മുസ്ലിമാണ് കേട്ടോ. ആദ്യത്തെ മുസ്ലിം നമ്മൾ പറഞ്ഞു, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. രണ്ടാമത്തെ മുസ്ലിമാണ്, രാഷ്ട്രപതിയായ രണ്ടാമത്തെ മുസ്ലിമാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇനി നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1975 ജൂൺ 25-ാം തീയതിയാണ് അത് പ്രഖ്യാപിച്ചത്. നമ്മൾ മൂന്നാമത്തെ അടിയന്തരാവസ്ഥയായിട്ട് അത് പഠിച്ചിട്ടുണ്ട്. അതൊരു ആഭ്യന്തര അടിയന്തരാവസ്ഥയായിരുന്നു. ഇനി ഏറ്റവും അധികം ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പദവിയിലിരുന്ന് മരിച്ച ഒരു പ്രസിഡൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അടുത്തത് നീലം സഞ്ജീവ റെഡ്ഡി, അദ്ദേഹം രാഷ്ട്രപതിയായ 6ാമത്തെ വ്യക്തിയാണ്. ഇനി ലോക്സഭാ സ്പീക്കറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. അതുപോലെ ബിരുദധാരി അല്ലാത്ത ആദ്യത്തെ രാഷ്ട്രപതിയാണ് കേട്ടോ നീലം സഞ്ജീവ റെഡ്ഡി. ഇനി നീലം സഞ്ജീവ റെഡ്ഡിയുടെ അന്ത്യവിശ്രമ സ്ഥലം കൽപ്പള്ളി, ബംഗളൂരുവിലെ കൽപ്പള്ളിയാണ്. അതുപോലെ മുഖ്യമന്ത്രി ആയ ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. അതുപോലെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ഓക്കെ, അടുത്തത് ഗ്യാനി സെയിൽ സിംഗ്, രാഷ്ട്രപതിയായ 7ാമത്തെ വ്യക്തിയാണ് ഗ്യാനി സെയിൽ സിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോക്കറ്റ് വീറ്റോ അധികാരം ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽ സിംഗ്. 1986 പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് ഈ ഒരു വീറ്റോ അധികാരം അദ്ദേഹം പ്രയോഗിച്ചത്. നമ്മൾ പറഞ്ഞതാണ്, ആർട്ടിക്കിൾ 111 വീറ്റോ അധികാരം പ്രയോഗിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ആർട്ടിക്കിൾ. ഇനി അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏകതാ സ്ഥലാണ്. ഏകതാ സ്ഥൽ. അതിനൊരു കാര്യം വിട്ടുപോയത്, ജ്ഞാനി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ് കേട്ടോ. ജ്ഞാനി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ്. അതുപോലെ ഏക സിഖ് വംശജനും ഇദ്ദേഹമായിരുന്നു, രാഷ്ട്രപതിയായ ഏക സിഖ് വംശജൻ. അതുപോലെ നമുക്ക് അമൃത്സറിൽ സുവർണക്ഷേത്രത്തിൽ ഒരു ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആർമിയുടെ ഒരു ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ. ആ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നത് ഗ്യാനി സെയിൽ സിംഗ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് ആർ വെങ്കട്ടരാമൻ. ആർ വെങ്കട്ടരാമൻ 8ാമത്തെ രാഷ്ട്രപതിയാണ്. ചൈന സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന പദവി എന്ന ഒരു ബഹുമതി ഈ ആർ വെങ്കട്ടരാമനാണ്. അതുപോലെ തമിഴ്നാടിൻ്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്നത് ആർ വെങ്കട്ടരാമനാണ്. അതുപോലെ നമ്മുടെ 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ കേന്ദ്ര ധനമന്ത്രിയും ആർ വെങ്കട്ടരാമനാണ്. ആർ വെങ്കട്ടരാമൻ. ഇനി കേന്ദ്ര ധനകാര്യമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയായിരുന്നു ആർ വെങ്കട്ടരാമൻ. അദ്ദേഹത്തിൻ്റെ കൃതികൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്, അതുപോലെ റിഫ്ലക്ഷൻ ഓഫ് എ സ്റ്റേറ്റ്മാൻ, ഇത് രണ്ടും ആർ വെങ്കട്ടരാമൻ്റെ കൃതികളാണ്. അടുത്തത് ആർ ശങ്കർ ദയാൽ ശർമ്മ. ആർ ശങ്കർ ദയാൽ ശർമ്മ രാഷ്ട്രപതിയായ 9ാമത്തെ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കർമ്മഭൂമിയാണ്, കർമ്മഭൂമി. ഇനി കെ ആർ നാരായണൻ. കെ ആർ നാരായണൻ 10ാമത്തെ വ്യക്തിയാണ്, രാഷ്ട്രപതിയായ 10ാമത്തെ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയായ ഏക മലയാളി കെ ആർ നാരായണനാണ്. ഓക്കെ, അദ്ദേഹം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് കെ ആർ നാരായണൻ. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച, ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച രാഷ്ട്രപതിയാണ് കെ ആർ നാരായണൻ. ഓക്കെ, അതുപോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതിയും കെ ആർ നാരായണനാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി കെ ആർ നാരായണനാണ്. ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്നതാണ്, നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി ചോദിച്ചാൽ അത് അബ്ദുൽ കലാമാണ് കേട്ടോ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി കെ ആർ നാരായണനാണ്. ഓക്കെ.
ഇനി അടുത്തത് ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ APJ അബ്ദുൽ കലാം നമുക്കറിയാം, ജനങ്ങളുടെ പ്രസിഡൻറ്റ്, പീപ്പിൾസ് പ്രസിഡൻറ്റ് എന്നറിയപ്പെടുന്ന ആളാണ് APJ അബ്ദുൽ കലാം. ഹൂവർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ഇദ്ദേഹമാണ്. അതുപോലെ അവിവാഹിതനായ ഏക രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. അതുപോലെ സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതി ഇദ്ദേഹമായിരുന്നു. അതുപോലെ യുദ്ധവിമാനമായ സുഖോയ്, അതുപോലെ അന്തർവാഹിനിയായ സിന്ധു രക്ഷക്, ഇവയിലൊക്കെ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. അതുപോലെ 1 രൂപ മാത്രം പ്രതിമാസം ശമ്പളം കൈപ്പറ്റിയ ഒരു രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം കേരളത്തിന് സംഭാവന ചെയ്തത് 10 ഇന കർമ്മ പരിപാടിയാണ്. അതുപോലെ അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് ബില്യൺ ബീറ്റ്സ്. ഇനി നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒന്നാണ് അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ. ഇനി അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. 1997 ഭാരതരത്ന ലഭിച്ചത്. ഇനി സ്കൂളിൽ കലാമിൻ്റെ ജീവിതം പാഠ്യവിഷയമാക്കിയിട്ടുണ്ട് ഒരു സംസ്ഥാനം, അത് മധ്യപ്രദേശ്. ഇനി അബ്ദുൽ കലാമിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം രാമേശ്വരത്ത് പേയ്ക്കരുമ്പ് എന്ന സ്ഥലത്താണ്. രാമേശ്വരം പേയ്ക്കരുമ്പ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അഗ്നിച്ചിറകുകൾ, ഇൻസ്പയറിംഗ് തോട്ട്സ്, മിഷൻ ഇന്ത്യ, ദ ലൂമിനസ് സ്പാർക്സ്, മൈ ജേണി, ഇതൊക്കെയാണ്. ഓക്കെ. അടുത്തത് പ്രതിഭ പാട്ടീൽ. ഇന്ത്യൻ രാഷ്ട്രപതിയായ പ്രഥമ വനിത, ആദ്യത്തെ വനിതയാണ് പ്രതിഭ പാട്ടീൽ. യുദ്ധ ടാങ്കിൽ സഞ്ചരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. അതുപോലെ സ്വത്ത് വിവരം വെളിപ്പെടുത്തിയ ആദ്യത്തെ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. അടുത്തത് പ്രണബ് മുഖർജി. അമേരിക്കയുമായി 123 ഉടമ്പടി ഒപ്പുവെച്ച കേന്ദ്രമന്ത്രിയാണ് പ്രണബ് മുഖർജി. ഓക്കെ. അതുപോലെ സമൂഹ മാധ്യമമായ ട്വിറ്ററിൽ അംഗത്വമെടുത്ത ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഇദ്ദേഹമാണ്. അതുപോലെ സാന്താക്ലോസിൻ്റെ ഔദ്യോഗിക വസതി സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന ബഹുമതിയും പ്രണബ് മുഖർജിക്കാണ്. അടുത്തത് രാംനാഥ് കോവിന്ദ് ദളിത് വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ 2ാമത്തെ വ്യക്തിയാണ്. നമ്മൾ ദളിത് വിഭാഗത്തിൽ നിന്ന് മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ 2ാമത്തെ വ്യക്തിയാണ് രാംനാഥ് കോവിന്ദ്. രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ BJP നേതാവും കൂടിയാണ് രാംനാഥ് കോവിന്ദ്. അതുപോലെ ഉത്തർപ്രദേശിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്. അടുത്തത് ദ്രൗപദി മുർമു. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. രാഷ്ട്രപതിയാകുന്ന 15ാമത്തെ വ്യക്തിയാണ് ദ്രൗപദി മുർമു. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയായ 2ാമത്തെ വനിതയാണ്. ആദ്യത്തെ വനിത നമ്മൾ പറഞ്ഞല്ലോ, 2ാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ST വിഭാഗത്തിൽ നിന്നുള്ള പ്രഥമ രാഷ്ട്രപതിയായിട്ടുള്ളതാണ് ദ്രൗപദി മുർമു. അതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ദ്രൗപദി മുർമുവാണ്. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഒഡീഷയിൽ നിന്ന് രാഷ്ട്രപതിയായ ആദ്യത്തെ വനിതയാണ് ദ്രൗപദി മുർമു. അതുപോലെ 2ാമത്തെ വ്യക്തിയുമാണ്. അപ്പോൾ ഒഡീഷയിൽ നിന്ന് രാഷ്ട്രപതിയായ ആദ്യ വനിതയും 2ാമത്തെ വ്യക്തിയുമാണ് ദ്രൗപദി മുർമു. അതുപോലെ ജാർഖണ്ഡ് ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് ദ്രൗപദി മുർമു. ഇവർ മുൻപ് ജാർഖണ്ഡിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു. അതുപോലെ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ ജാർഖണ്ഡ് ഗവർണറും ദ്രൗപദി മുർമുവാണ്. അപ്പം അതിനുശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായത്. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇനി നമ്മൾ ഇതിലൊരു കുഞ്ഞു ടോപ്പിക് എന്ന് പറയുന്നത് ആക്ടിംഗ് പ്രസിഡൻറ്റുമാരാണ്. ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡൻറ്റ് VV ഗിരിയായിരുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡൻ്റ് ആയിരുന്നത് BD ജെട്ടിയാണ്. ഏറ്റവും കുറച്ച് കാലം ആക്ടിംഗ് പ്രസിഡൻ്റ് ആയിരുന്നത് ജസ്റ്റിസ് M ഹിദായത്തുള്ളയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പ്രസിഡൻറ്റ്, പ്രധാനമന്ത്രി, ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് രാഷ്ട്രപതിയൊക്കെ, അതുകൊണ്ട് നമുക്കതങ്ങനെ അതിൽ നിന്നൊന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറഞ്ഞാലും ഇത്രയും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതെങ്കിലും മാക്സിമം നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. ബാക്കി നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് വേറെ സോഴ്സുകളിൽ നിന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ 100 days ചലഞ്ച് പ്രകാരമാണ് വീഡിയോസ് പോയി
പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 100 ഡേയ്സിൽ നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കുന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിലുണ്ട്. അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് ഇതിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലാവും. അതായത് എപ്പോഴും ചാനലിൽ നമ്മുടെ കമൻസിൽ വന്നിട്ട് എല്ലാവരും മലയാളം ടോപ്പിക്ക് എന്ന ക്ലാസ് എടുക്കുക, സൈക്കോളജി എന്ന് എടുക്കുക എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ അതിൽ എന്നൊക്കെയാണ് ക്ലാസ്സുകൾ വരിക എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ക്ലാസ്സുകൾ വരും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വരാം. താങ്ക്